ഹെൽത്ത് മിനിസ്റ്റർ വീണ ജോർജ് കണ്ടു. ഒരു നിവൃത്തിയില്ലായിട്ടാണ് നിങ്ങൾ മാധ്യമങ്ങളുടെ ഉപയോഗം. എല്ലാ കാര്യവും ഏറ്റവും ഇഷ്ടം കറക്റ്റാണ്. ഈ സാധനം കഴിച്ചു വൃത്തായിട്ട് തലയ്ക്കൊരു മദ്യപിച്ചിട്ട് ഒരു പിടുത്തം വരത്തില്ലേ, അതുപോലൊരു പിടുത്തം. പിന്നെ ഈ മരുന്ന് 2 നേരം കഴിക്കുമ്പോഴത്തേനും തലയ്ക്ക് ഭയങ്കര അസ്വസ്ഥത, ഭയങ്കര വെയിറ്റ്, തല കറങ്ങുന്ന പോലത്തെ ഒരു ഫീല്. അങ്ങനെ ഞാൻ ആശുപത്രിയിൽ വരെ ആയി ഗൈസ്. ഇതാണ്ടേ തലയുടെ CT സ്കാൻ എടുക്കേണ്ട ഗതി വന്നേ. മനു M. ജോൺ എൻ്റെ തന്നെയാണ്. ഇതിനകത്ത് ഇതാണ്ടേ എൻ്റെ തലയുടെ സുനാപ്പിയൊക്കെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിലും എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പോൾ കൂടുതൽ അടുപ്പിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കാണാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഹെർബാലൈഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നൊരു മരുന്ന് കഴിച്ചിട്ട് ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ടായ ഒരാൾ ഈയിടെ പ്രതികരിക്കുണ്ടായി. ഇത് മറുനാടൻ എക്സ്ക്ലൂസീവിലാണ് ഈ വാർത്ത വന്നത്. അതുൽ എന്ന് പറയുന്ന ഒരാളുടെ അമ്മയ്ക്കാണ് ഈ അനുഭവം ഉണ്ടായത്. ഇത് നമ്മുടെ അതുൽ വ്ളോഗ്സിൽ അതുലല്ല, മറ്റൊരു അതുൽ. ഈ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് അഫക്റ്റായ അതുലും ഒരു ഡോക്ടറും കൂടെ വന്നിരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ ഡോക്ടർ സംസാരിക്കുന്നതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എനിക്കുണ്ടായിട്ടുണ്ട്. ഈ മെഡിസിൻ അല്ല, മറ്റൊരു മെഡിസിൻ. അപ്പോൾ ഏതായാലും നമുക്ക് ഡോക്ടറും അതിലും സംസാരിക്കുന്നൊന്ന് കേട്ട് നോക്കാം. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഇതൊരു ഡയറ്റീഷ്യനോ ന്യൂട്രീഷനിസ്റ്റോ മാത്രമേ നടത്താൻ പറ്റൂ, അതുകൂടാതെ നടത്തുന്ന ഫിസിഷ്യനെ കാണിക്കുമെന്ന് വരെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇവര് ഡയറ്റീഷ്യൻ ന്യൂട്രീഷനിസ്റ്റോ ആണെന്നുള്ള വിശ്വസിച്ചാണ് നമ്മളെ ഇതിലോട്ട് എടുക്കുന്നത്. ചെല്ലുമ്പോഴേ മനസ്സിലാവുന്നത് ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ്, ഇവിടെ ഭയങ്കരമായിട്ടുള്ള മാഫിയയാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ കേരള മുഖ്യമന്ത്രിക്ക് ഇന്ന് പരാതി കൊടുത്തിട്ടുണ്ട്. ഞാൻ കളക്ടർക്ക് പരാതി കൊടുത്തു. ഹെൽത്ത് മിനിസ്റ്റർ വീണ ജോർജ് കണ്ടു. ഒരു നിവൃത്തിയില്ലായിട്ടാണ് നിങ്ങൾ മാധ്യമങ്ങളുടെ ഉപയോഗം. ഇത് അറിഞ്ഞില്ലെങ്കിലും നമ്മൾ ഓരോ കുട്ടികൾക്ക് വരെയാണ് ഇത് കൊടുക്കുന്നത്. യാതൊരു ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർ പ്രതികരിക്കാതെ അങ്ങേയറ്റം ഞാൻ പ്രതികരിച്ചു. അത്ര ഓഫീസിൽ കയറി ഇറങ്ങി അത്രയ്ക്ക് നിവൃത്തിയില്ലായിട്ടാണോ വന്നിരിക്കുന്നത്. അത്ര സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വിഷയം. എനിക്ക് ഇമോഷണൽ ആയിട്ട് അമ്മയ്ക്ക് എങ്ങനെ സഹിക്കും? എന്നെ അമ്മയ്ക്ക് ഒരു എല്ലാ കാര്യവും ഏറ്റവും ഇഷ്ടം കറക്റ്റാണ്. അതായത് ഈ പറഞ്ഞ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു പ്രോഡക്റ്റ് അല്ല. 1980 അമേരിക്കയിൽ ആദ്യമായിട്ട് ഇത് വന്നപ്പോൾ തന്നെ ഇത് വലിയൊരു പ്രശ്നമായൊരു സാധനമാണ്. പക്ഷേ ഇവർ അന്ന് ആ ഒരു സമയത്ത് ഇത് കണ്ടുപിടിക്കുന്ന നിങ്ങൾ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് ഹെർബാലൈഫ് ന്യൂട്രീഷൻ എന്ന പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് നിങ്ങൾ ഇതിൻ്റെ ഹിസ്റ്ററി പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും. മാർക്ക് ഹ്യൂസ് എന്ന് പറഞ്ഞ ഒരാളാണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. അന്ന് പുള്ളിയുടെ ഏജ് 29. പുള്ളിക്ക് ആരോഗ്യപരമായിട്ട് യാതൊരു ക്വാളിഫിക്കേഷനോ യാതൊരു സർട്ടിഫിക്കേഷൻ കോഴ്സോ ഒന്നും ചെയ്യാത്ത ഒരാളായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് പുറത്തു വന്നതെന്ന് പോലും ആർക്കും അറിയത്തില്ല. പക്ഷേ ഇതിൽ എന്തൊക്കെയോ തരത്തിലുള്ള ഹെർബൽ പ്രോഡക്ട്സ് ആണ് അരച്ച് കലക്കി ചേർത്ത് ആൾക്കാർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കുക, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ റിസൾട്ട് ആൾക്കാർക്ക് കിട്ടാൻ തുടങ്ങി. അങ്ങനെ ഇത് പെട്ടെന്ന് പബ്ലിക്കിലോട്ട് എത്താൻ തുടങ്ങി. അങ്ങനെ ഇതിലുള്ള ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി മനസ്സിലാക്കി ഇത് പല സ്ഥലങ്ങളിലേക്കും പെട്ടെന്ന് വ്യാപിക്കാൻ തുടങ്ങി. അങ്ങനെ അമേരിക്കൻ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഇതിനെതിരെ വലിയ തരത്തിലുള്ള ഒരു മൂവ്മെന്റ്സ് അന്ന് നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവർ ഒരു കാരണവശാലും FDA സർട്ടിഫിക്കേഷൻ ഇന്നേ വരെ എടുത്തിട്ടില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. അത് മാത്രമല്ല നിങ്ങൾക്ക് മനസ്സിലാവും 2016 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫെഡറൽ ട്രേഡ് കമ്മീഷൻ ഹെർബാലൈഫ് പോലെയുള്ള MLM കമ്പനി പ്രോഡക്റ്റ് ആരോഗ്യം കൂട്ടുവെന്ന വാദങ്ങളെ തട്ടിപ്പ് തന്നെയാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യയിലോ കേരളത്തിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു തട്ടിപ്പല്ല, ഇത് വേൾഡ് ലെവലിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. ഇതിനെതിരെ പല ആൾക്കാരും പല ഡോക്ടേഴ്സും പല രീതിയിലും പ്രതികരിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ജേർണൽസ് കൃത്യമായിട്ട് ഇരിപ്പുണ്ട്. ഇസ്രായേലിലെ, സ്വിറ്റ്സർലാൻഡിലെ, കൂടാതെ ഇന്ത്യയിലെ പോലും ജേർണൽസ് എൻ്റെ ഇരിപ്പുണ്ട്. ഈ പ്രോഡക്റ്റിൻ്റെ മാരകമായിട്ടുള്ള ടോക്സിക് കമ്പോണൻസ് അടങ്ങിയ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ്. അത് മാത്രമല്ല ഇത് സാമ്പത്തികമായിട്ട് മുന്നേറാം എന്നുള്ള വാഗ്ദാനങ്ങൾ നൽകിയിട്ടാണ് ആൾക്കാരെ ട്രാപ്പിലേക്ക് പെടുത്തുന്നത്. അതായത് നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ, അതായത് ഇവർ ബസ് സ്റ്റോപ്പിൽ വരെ നിങ്ങൾക്ക് ഇവരുടെ അസോസിയേഷൻ എന്ന് പറഞ്ഞ ആൾക്കാരെ കാണാൻ പറ്റും. വെറുതെ ഒരാൾ നിൽക്കുമ്പോൾ ഒരു വണ്ണമുള്ള ആളാണെങ്കിൽ പെട്ടെന്ന് അവരുടെ നിന്ന് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എക്സർസൈസ് ഇല്ലാതെ വെയിറ്റ് കുറയ്ക്കണോ? ഇങ്ങനെയൊക്കെയുള്ള വാഗ്ദാനങ്ങൾ നൽകിയിട്ടാണ് ആൾക്കാരെ ഇവർ ട്രാപ്പിലോട്ട് ആക്കുന്നത്. എന്നിട്ട് ഇവരുടെ അസോസിയേഷന് പല തരത്തിലുള്ള സെമിനാറുകളാണ് നടത്തുന്നത്. നിങ്ങൾക്ക് ഈ സെമിനാറിലോട്ട് ഒരു ആക്സസും ഉണ്ടാവില്ല. കാരണം ഇവർക്ക് ഈ ക്ലബ്ബിൽ ചെന്ന് മെമ്പർഷിപ്പ് എടുക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ സെമിനാറുകളിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. അത് കേരളത്തിൽ ഇതുപോലുള്ള അസോസിയേറ്റ്സ് ഇഷ്ടം പോലെ ഉണ്ട്. അതായത് നമ്മളൊരു 40 പേര് എടുത്തു കഴിഞ്ഞാൽ ഒരു 20 പേരോ 25 പേരോ ഇവരുടെ അസോസിയേറ്റ്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ 10 വർഷമായിട്ട് ഇത് കഴിക്കുന്നുണ്ട്, 20 വർഷമായിട്ട് ഇത് കഴിക്കുന്നുണ്ട്, എനിക്കൊരു പ്രശ്നമില്ല. ഇതൊന്നും അല്ല സത്യാവസ്ഥ. ഇത് ഏകദേശം ഒരു മാസം കഴിച്ചാൽ പോലും ഒരാളുടെ ലിവർ അടിച്ചു പോകാനുള്ള എല്ലാ സാധനങ്ങളും, മാരകമായിട്ടുള്ള സാധനങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഒരാൾക്ക് ഒരിക്കലും ഒരു 2-3 മാസത്തിൽ കൂടുതൽ ഇത് കൂടുതലായിട്ട് സ്ഥിരമായിട്ട് കഴിക്കാനും പറ്റത്തില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. അത് മാത്രമല്ല ഇതിനകത്ത് ഈ തടിയുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഇവർ വന്ന് സംസാരിക്കുമെന്നാണ് പറയുന്നത്. അത് മേ ബി അവരുടെ മാർക്കറ്റിംഗ് ടെക്നിക്കാ, അല്ലെങ്കിൽ അവരുടെ സെയിൽസിൻ്റെ മെത്തേഡ് ആവാം. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇവിടെ എല്ലാം നമുക്ക് ഈ പോസ്റ്റർ കാണാം, അമിതവണ്ണം കുറയ്ക്കണം എന്നിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യുമ്പോഴത്തേനും പല കാര്യങ്ങൾ കാണാം. അമിതവണ്ണമാണോ, അമിതവണ്ണത്താൽ നിങ്ങൾ ഭാരപ്പെടുന്നുവോ, ഞങ്ങളിലേക്ക് വരുമോ, എന്തോ ആ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കുറയും ഇങ്ങനെ കുറയും എന്നൊക്കെയുള്ള കാര്യം പറയുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വരാം കേട്ടോ. അതിന് മുമ്പ് ഇവർ പറയുന്ന മറ്റു കുറച്ച് കാര്യങ്ങളൂടെ നമുക്ക് കേൾക്കാം. ഇവർ പറയുന്ന ഇത്തരത്തിലുള്ള മരുന്നിൻ്റെ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട്
ബന്ധപ്പെട്ട തട്ടിപ്പിനെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് ഈ പ്രോഡക്റ്റ് നിരന്തരം 4 ദിവസം കുടിച്ചു. 4 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്തപ്പോൾ 1 കിലോ കൂടി. അപ്പോഴെനിക്ക് ഇതിൽ ക്യൂരിയോസിറ്റി കൂടി, അത് എങ്ങനെയാണ് ഈ വെയിറ്റ് കൂടുന്നത്. ഞാൻ നോർമലി ഫോളോ ചെയ്യുന്ന ഡയറ്റ് തന്നെയാണ് അപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അത് ഭയങ്കരമായിട്ടുള്ള എന്തോ സംഭവം ഇതിനകത്തുണ്ട് എന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. അങ്ങനെ ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങി. ഏകദേശം ഒരു 15-20 ദിവസം കഴിഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റി. അതായത് ജേർണൽസ് അടക്കം എല്ലാ സാധനങ്ങളും കിട്ടി. അതായത് ഇവർ പറയുന്നത് നമ്മൾ കഴിക്കുന്ന സാധാരണ രീതിയിൽ കഴിക്കുന്ന എല്ലാ ആഹാരങ്ങളും വിഷമാണ്, അതുപോലെ സപ്ലിമെന്റ്സ് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടാത്തത് എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ ഇവരുടെ പ്രോഡക്റ്റിൽ അഫ്രഷ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ചായയ്ക്ക് പകരം തരുന്നതെന്നാണ് ഇവർ പറയുന്നത്. അതിനകത്തുള്ളൊരു മെയിൻ കമ്പോണന്റിന്റെ പേര് പോലും മാൾട്ടോഡെക്സ്ട്രിൻ എന്നാണ്. ഈ മാൾട്ടോഡെക്സ്ട്രിൻ എന്ന് പറയുന്നത് ഹൈലി പ്രിസർവേറ്റീവും ഹൈലി ഗ്ലൈസീമിക് ഇൻഡെക്സും ഉള്ള ഒരു സാധനമാണ്. ഇവർ നടത്തുന്ന മെഡിക്കൽ ക്ലെയിംസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോകും. അതായത് സ്റ്റേജിൽ കയറ്റി നിർത്തിയിട്ട് പറയും എൻ്റെ ക്യാൻസർ മാറി, എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു ടാഗും കൂടെ ചേർക്കും, ഞാൻ ക്യാൻസർ രോഗിയായിരുന്നു, പക്ഷേ ഞാനിപ്പോൾ ക്യാൻസർ രോഗം മാറി ഞാൻ പണക്കാരനുമായി. മനസ്സിലായില്ലേ? മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങും ആരോഗ്യ തട്ടിപ്പും കൂടെ ഒരുമിച്ച് ചേർന്ന് കൊണ്ടുപോകുന്ന ഒരു സാധനമാണിത്. അതുപോലെ ഇതിനകത്ത് ഹൈലി ടോക്സിക് ആയിട്ടുള്ള ബേരിയം, ക്രോമിയം, ലെഡ്, വനേഡിയം, കാഡ്മിയം, താലിയം, മെർക്കുറി എന്ന് പറഞ്ഞ ഒത്തിരി സാധനങ്ങൾ കെമിക്കൽ ഡ്രഗ്സ് ആണ്, അല്ല ടോക്സിക് കമ്പോണൻസ് ആണെന്നും ഹെവി മെറ്റൽസ് ആണെന്നും ഇത് നമ്മുടെ ലിവറിലൂടെ ഡീടോക്സിഫൈ ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളാണെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതൊക്കെ ഇതിനകത്തുള്ള ഒരു അൺഡിസ്ക്ലോസ്ഡ് കമ്പോണൻ്റ് ആണ്. കൂടാതെ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആൾക്കാരാണ് ഇത് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്രോഡക്റ്റിൻ്റെ താഴെ തന്നെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഇത് 5 വയസ്സിന് താഴെയുള്ളവർക്കും, അതായത് പ്രഗ്നന്റ് ലേഡീസിനും, അല്ലെങ്കിൽ ഇത് നിരന്തരമായിട്ടും ഒരു പാരന്റൽ യൂസിനുള്ള സാധനമല്ല, ഒരു ഫിസീഷ്യന്റെ റെക്കമെൻഡേഷൻ ഇല്ലാതെ ഇത് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് ഇവരുടെ ഈ പറയുന്ന പ്രോഡക്റ്റിന്റെ താഴെ തന്നെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കായിട്ട് ഈ മെഡിസിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഇത് നമ്മളിപ്പോൾ ഒരുപാട് കണ്ടുവരുന്നൊരു സംഭവമാണ്. നമ്മളപ്പോൾ ഈ മെഡിസിൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഹെർബൽ വെയിറ്റ് ലോസ് 2495 രൂപ, ഹെർബൽ വെയിറ്റ് ലോസ് കോംബോ, ഹെർബൽ ഇതുപോലെ തന്നെ വെയിറ്റ് ഗെയിൻ്റെ സാധനങ്ങൾ, ഇതെല്ലാം നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്, ഇവർ ഈ പറയുന്ന മെഡിസിനും കാര്യങ്ങളൊക്കെ. എനിക്കിത് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു 2 അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്നാമത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ OLX-ലോ എന്തോ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിനകത്ത് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ഈ മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് ജോലിക്ക് കോൺടാക്ട് ചെയ്യുക, അതുമായിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും വേണ്ട. അങ്ങനെ കോൺടാക്ട് ചെയ്തപ്പോഴത്തേനും അവരുടെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ഷുഗറിന് ഉള്ളൊരു സപ്ലിമെൻ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ അത് ചാറ്റിലൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തത്, എനിക്ക് ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം, ഞാൻ സൈഡിൽ വെക്കാം. അതുമായിട്ടുള്ള സപ്ലിമെൻറ്റ്സ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് കുറയും, എന്നാ നമ്മുടെ ഷുഗറിൻ്റെ ലെവൽ കുറയും, ഷുഗർ നോർമലാവും. ഇത് 1 വർഷം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഷുഗറേ കഴിക്കേണ്ട, പക്ഷേ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇതുപോലെ 3000 രൂപയാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് ഇവർ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ അങ്ങ് പ്രൊമോട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ അത് എന്താണെന്ന് അറിയാനായിട്ടുള്ള ക്യൂരിയോസിറ്റിയിൽ അവരോട് ചോദിച്ചപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ഒന്നും വേണ്ട, നമ്മൾ പ്രമേഹമുള്ള ഒരാളെ, നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പ്രമേഹമുള്ള ഒരാൾ കാണും, അവരെ നമ്മൾ പോയി കോൺടാക്ട് ചെയ്ത് നമ്മൾ കാര്യം പറയുക, അവരെ ഇതിലേക്ക് ഈ കോഴ്സ് എടുപ്പിക്കുക, അവർ പിന്നെ ഇൻസുലിനൊന്നും എടുക്കണ്ട. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഇതിന് ഡോക്ടർ സർട്ടിഫിക്കേഷൻ വല്ലതും ഉണ്ടോ? ഇത് നമ്മുടെ എഫക്റ്റീവ് ഡോക്ടർമാർ ഇത് റിസർച്ച് നടത്തി ചെയ്ത സാധനമാണ്, ഇതിനകത്ത് മൊത്തം ആയുർവേദിക് പ്രോഡക്റ്റാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇതിനകത്ത് അപ്പോൾ ഞാൻ ചോദിച്ചു, നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ സാലറി എങ്ങനെയാണെന്ന് ചോദിച്ചു. അത് ആദ്യം നമ്മൾ എക്സിക്യൂട്ടീവ് ലെവലിൽ വർക്ക് ചെയ്യണം. നമ്മൾ എക്സിക്യൂട്ടീവ് ലെവലിൽ വർക്ക് ചെയ്ത് നമ്മൾ ഈ പ്രോഡക്റ്റ് വിൽക്കുകയും അതോടൊപ്പം തന്നെ ഇത് വർക്ക് ചെയ്യാനുള്ള 2 പേരെയും കൂടെ നമ്മൾ കണ്ടുപിടിക്കണം. അങ്ങനെ നമ്മളൊരു 2-3 പേരെ കണ്ടുപിടിച്ച് ഇതൊരു 10 പേരാകുമ്പോഴത്തേനും നമ്മൾ അടുത്ത ലെവലിലേക്ക് കയറും. ഈ പറയുന്ന മണി മാർക്കറ്റിങ്ങിൻ്റെ മണി എന്ന് പറയുന്ന സാധനം ഇതിനകത്തില്ല, അടുത്ത ലെവലിലേക്ക് കയറും. അപ്പോൾ ഈ എക്സിക്യൂട്ടീവിനെ വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു മാനേജറായിട്ട് നമ്മൾ മാറും. എന്നിട്ട് ഇവരുടെ അണ്ടറിൽ ആളെ ആഡ് ചെയ്ത് വരുമ്പോഴത്തേനും അവരെല്ലാം മാനേജേഴ്സായിട്ട് മാറും. അപ്പോൾ നമ്മൾ അടുത്ത ലെവലിലേക്ക് മാറി ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ ഹെഡായിട്ട് മാറും. ഈ ഡിസ്ട്രിക്റ്റ് ഹെഡായിട്ട് മാറുമ്പോഴത്തേനും ഇവർ അവരുടെ താഴെയുള്ളവരെ വളർത്തി ഇങ്ങനൊരു ബിസിനസ് പ്ലാനുമായിട്ടൊക്കെയാണ് അവർ വന്നത്. ഞാനിത് കേട്ടപ്പോഴേ സ്കൂട്ട്. എന്നിട്ട് ഞാൻ ചോദിച്ചു, നമ്മുടെ റെമ്യൂണറേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ, അത് സാലറി അല്ല, നമ്മൾ ഇത്ര വിൽക്കുമ്പോഴത്തേനും നമുക്ക് ഇത്ര രൂപ കമ്മീഷൻ ബേസിൽ, അപ്പോൾ താഴത്തെ അവർ വിൽക്കുമ്പോഴും അതിൻ്റെ കമ്മീഷൻ നമുക്ക് കിട്ടുന്നത്. പക്ഷേ അത് കമ്മീഷൻ റേറ്റ് ഒക്കെ മറ്റേതാണ്, ഈ ബിസിനസ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പോലെ അല്ല പറയുന്നത്. പക്ഷേ അവരുടെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അതുപോലായിരുന്നു. ഞാൻ നൈസിന് അതിൽ നിന്ന് സ്കൂട്ടായി ഗൈസ്. ഇത് ഒറിജിനലാണോ ഫ്രോഡാണോന്നും അറിയത്തുമില്ല, ഞാൻ ഇതിൻ്റെ പുറകെ തിരക്കി പോയതുമില്ല. എനിക്കിത് കേട്ടപ്പോൾ ശരിക്കും അട്ടർ ഫ്ലോപ്പായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി 2ാമത്തെ പ്രശ്നം, ഈ അമിതവണ്ണമുള്ളവർ തടി കുറയ്ക്കാൻ നോക്കുകയും തടിയില്ലാത്തവർ തടി കൂട്ടാൻ നോക്കുകയും ചെയ്യുന്നതാണല്ലോ നമ്മുടെ ഈ ടോപ്പിക് എന്ന് പറയുന്നത്. ഇതേ സാധനം ഞാനൊന്ന് ട്രൈ ചെയ്തു ഗൈസ്. ആയുർവേദ മരുന്ന് ഡെയിലി 2 ബോട്ടിലാണ്. ആ സാധനത്തിൻ്റെ സ്ക്രീൻഷോട്ടും ആ ബോട്ടിലൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, തപ്പിയിട്ട് കിട്ടിയില്ല. എപ്പോഴേലും കിട്ടുവാണെങ്കിൽ ഞാനത് ഷോർട്ട്സ് ചെയ്യണം. ഇത്രയുള്ള ബോട്ടിൽ, അതിൽ നിന്ന് 2 മെഡിസിൻ വെച്ച് ഡെയിലി 2 നേരം വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തടിയൊക്കെ ഇങ്ങനെ ഒഴുകി അങ്ങ് പോകും. അതിന് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ 3000 രൂപ ഉണ്ടായിരുന്നു. 3000 രൂപയ്ക്ക് 2 ബോട്ടിൽ, 2 ബോട്ടിലും 2 മരുന്ന്. ഇങ്ങനെ നമ്മളൊരു കണ്ടിന്യൂസ് 3 മാസം കഴിക്കണം. കഴിച്ചിട്ട് നമുക്ക് ഫലം ഉണ്ടായില്ലെങ്കിൽ 100% റിട്ടേൺ കിട്ടും. അങ്ങനെ ഇവരുടെ PDF-ഉം ഇവർ കുറേ വോയിസ് ക്ലിപ്സും കാര്യങ്ങളും എല്ലാം എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു.
അയച്ചു തന്നു. ഞാൻ ഈ സാധനം 3000 രൂപയ്ക്ക് മേടിച്ചു ഗൈസ്, തടി കുറയ്ക്കാൻ വേണ്ടി. ഈ സാധനം കഴിച്ചിട്ട് ഒരു പ്രശ്നമില്ല. നമ്മൾ കറങ്ങിയൊക്കെ നടന്നു. തടി കുറയുന്നതായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. ഒന്നാമത്തെ ദിവസം കഴിച്ചു കുഴപ്പമൊന്നുമില്ല. എനിക്ക് ചെറുതായിട്ട് തലയ്ക്കൊരു മദ്യപിച്ചിട്ട് ഒരു പിടുത്തം വരത്തില്ലേ, അതുപോലൊരു പിടുത്തം. അടുത്ത ദിവസം കഴിച്ചു. ഈ തല ചെറുതായിട്ടൊന്ന് കറങ്ങാൻ തുടങ്ങി. പിന്നെ ഈ മരുന്ന് 2 നേരം കഴിക്കുമ്പോഴത്തേനും തലയ്ക്ക് ഭയങ്കര അസ്വസ്ഥത, ഭയങ്കര വെയിറ്റ്, തല കറങ്ങുന്ന പോലത്തെ ഒരു ഫീല്. അങ്ങനെ ഞാൻ ആശുപത്രിയിൽ വരെ ആയി ഗൈസ്. ഇതാണ്ടേ തലയുടെ CT സ്കാൻ എടുക്കേണ്ട ഗതി വന്നേ. മനു M. ജോൺ എൻ്റെ തന്നെയാണ്. ഇതിനകത്ത് ഇതാണ്ടേ എൻ്റെ തലയുടെ സുനാപ്പിയൊക്കെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ കൊണ്ട് ആശുപത്രിയിൽ കാഷ്വാലിറ്റിയിൽ ഒരു 1-2 മണിക്കൂർ കിടന്നു. ട്രിപ്പൊക്കെ കയറ്റിയതിന് ശേഷം ഇവർ ഇത് ചേനോട് വന്ന് സംസാരിച്ചു. ഡോക്ടർ വന്നിട്ട് എന്താണ് പ്രശ്നം, എന്താ ഇങ്ങനെ തല ഇറങ്ങുന്നത്, എന്തെങ്കിലും മദ്യപിക്കുകയെല്ലാം ചെയ്തോ, രാവിലെ ഫുഡ് കഴിക്കാതെയാണോ, BP നോർമലാണ് പക്ഷേ ബ്രെയിനിൽ ഇഷ്യൂ ഒന്നും കാണിക്കുന്നില്ല, എന്തെങ്കിലും മെഡിസിൻ്റെ സൈഡ് എഫക്റ്റ് ആണോ, എന്തെങ്കിലും മെഡിസിൻ കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഈ മെഡിസിൻ എടുത്ത് പുള്ളിയെ കാണിച്ചു. ഈ മെഡിസിൻ ഈ പുള്ളി നോക്കിയിട്ട് ഇത് പതുക്കെ അങ്ങ് കളഞ്ഞേരെ, ഇത് കഴിക്കേണ്ട, ഇതിൻ്റെ സൈഡ് എഫക്റ്റാണ്, ഇതിൽ മനുഷ്യന് ഹാംഫുൾ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ അവരെന്നാ പറഞ്ഞ് 1 മാസം കഴിച്ചിട്ട് 2ാമത്തെ മാസം ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ 3 മാസത്തെ ഒന്നിച്ചെടുക്കാം, 3 മാസത്തെ ഒന്നിച്ചെടുത്തില്ലെങ്കിൽ 1 മാസത്തെ എടുത്തിട്ട് 2ാമത്തെ മാസം വിളിച്ചു കഴിഞ്ഞാൽ ഇവർ ബാക്കി സാധനം വെച്ചിരുന്നൊക്കെ പറഞ്ഞേ. നമുക്ക് 1 മാസം കഴിച്ചിട്ട് തടി കുറവില്ലെങ്കിൽ ഫുൾ റീഫണ്ട് എന്നാണ് പറഞ്ഞത്. ഞാൻ ഇവരെ വിളിച്ച് ഇവർ ജമ്മം ചെയ്ത് എൻ്റെ ഫോൺ എടുക്കത്തില്ല. വാട്സപ്പിൽ മെസ്സേജ് അയച്ചു, അവരെന്നെ അട്ടപ്പട്ടല ബ്ലോക്ക് ചെയ്തു. ഈ ചാറ്റ് എൻ്റെ നിന്ന് പോയത്, എനിക്ക് ഇടയ്ക്ക് ഞാൻ പണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അങ്ങനെ എൻ്റെ ഫോണൊന്ന് ഹാക്കായി, ഞാൻ എല്ലാം ഫാക്ടറി റീസെറ്റ് അടിച്ചു. അതുകൊണ്ടാണ് ഈ സാധനം എൻ്റെ അടുത്ത് പോയത്. ഇനി നമുക്ക് വീണ്ടും നമ്മുടെ ഹെർബൽ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവരുടെ വെബ്സൈറ്റിൽ ഇട്ടിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ വെയ്റ്റ് ലോസ് മാനേജ്മെൻറ്റ്, ഹെൽത്തി ചോയ്സ് ആർ ഈസിയർ വെൻ യു ഹാവ് റൈറ്റ് ഫുഡ് ഓൺ ഹാൻഡ്. Our product especially formulated to deliver a range of nutrition including protein, caps, vitamin and minerals from signature meals replacement shakes to healthy beverages എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ എടുത്തിട്ടുണ്ട്. ഈ ഹെൽപ്പ് ടു ഇത് എന്നാ വെയ്റ്റ് മാനേജ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട്. ഇതൊക്കെ എന്തൊരു അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത് എനിക്കറിയില്ല. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാനുള്ള നടപടിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇമാതിരി ഫുഡൊന്നും വാരി കയറ്റാതിരിക്കുക. വെയിറ്റ് കൂട്ടാനും കാര്യമൊന്നും ഉണ്ടാവില്ല. അതേസമയം ഞാൻ ഹെൽത്തിഫൈ എന്ന് പറയുന്നൊരു ആപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അവരുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തപ്പോൾ ആ ഒരു ന്യൂട്രീഷൻ നമ്മളോട് ഇന്ന ഫുഡ് കഴിക്കണമെന്ന് പറയും. ആവർത്തന വിരസതയാണ്, എന്നിരുന്നാലും അതെനിക്ക് വർക്കായി. അപ്പോൾ ഫുഡ് നമ്മൾ ഈ കാലറീസിൻ്റെ അളവ് നോക്കി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തടിയും കാര്യങ്ങളും കുറേയും കൂട്ടാനുണ്ടെങ്കിൽ കൂട്ടും. അല്ലാതെ ഇത്തരത്തിൽ കോക്കാമ്പീച്ചി കാണിച്ചിട്ട് ഉള്ള ആരോഗ്യം കളഞ്ഞ് ഇതാവില്ല. ഈ അതുൽ എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഭയങ്കരമായ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ ഇമോഷനൊക്കെ നിങ്ങൾ കണ്ടാണ് കരയുന്നതൊക്കെ. അത്തരത്തിലൊരു പ്രശ്നത്തിലേക്കാണ് പോയത്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്രാപ്പൊന്നും മേടിച്ച് ഉപയോഗിക്കാതിരിക്കുക. മറ്റേ അതിനകത്ത് പറയുന്നതല്ല, ഞാൻ അനുഭവിക്കുന്ന സ്ട്രെസ്സിൽ 1-2 ബിരിയാണി കൂടുതൽ കഴിച്ച് ഞാൻ തടി വെച്ചാൽ നിനക്കൊക്കെ എന്താ കടി എന്ന് ചോദിക്കണം ഈ ബോഡി ഷേമിങ് ചെയ്യുന്ന കോപ്പന്മാരോട്. അതിനുള്ള നിവിൻ പോളിയുടെ ഡയലോഗ് ഉണ്ടാക്കി വിട്ടേ. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ, ഇതുപോലത്തെ അനുഭവങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇത് കൂടുതൽ ആളുകൾക്ക് ഇത്തരത്തിൽ എക്സ്പീരിയൻസ്, നല്ലതോ ചീത്തയോ ആവട്ടെ, കൂടുതൽ ആളുകൾ അറിയട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.